കർഷകർ സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോഴാണ് ചുമട്ടുതൊഴിലാളികൾക്കും മറ്റു തൊഴിലാളികൾക്കും കൂടുതൽ തൊഴിലവസരം ലഭിക്കുന്നതെന്ന് CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ വണ്ടാഴി പഞ്ചായത്ത് സമ്മേളനം പ്രമേയത്തിലൂടെ വ്യക്തമാക്കി. കാർഷിക മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ സംവിധാനമൊരുക്കണം. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കമ്പോളങ്ങളിലെത്തിക്കാൻ സംവിധാനമൊരുക്കണം. രാസവള സബ്സിഡി കൊടുത്ത് കർഷകരെ സംരക്ഷിക്കുക. നെല്ലിന്റെ പണം കാലതാമസം കൂടാതെ കർഷകർക്ക് ഉറപ്പുവരുത്തുക. കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകാനുള്ള 2000 കോടി രൂപ ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് TM ശശി ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ മാത്രം BJP-യിലുള്ളത് 13 പേരാണ്. ഇന്ന് BJP-യുടെ ക്യാമ്പിലുള്ള അപ്പുറത്ത് ലോക്സഭയിൽ ഇന്ന് BJP ക്യാമ്പിലുള്ള മഹാഭൂരിപക്ഷ എംപിമാരും നേരിൽ കോൺഗ്രസിന്റെ എംപിമാരായിരുന്നു. ഈ രാജ്യത്തുള്ള വിവിധങ്ങളായ നിയമസഭകളിലെ MLA-മാരിൽ 70% നോക്കിയാൽ മുൻ കോൺഗ്രസ്സുകാരായിരുന്നു, വിവിധ പാർട്ടിക്കാരായിരുന്നു. അവർക്ക് മുഴുവൻ ഇങ്ങനെ പണം കൊടുത്തും ഭയപ്പെടുത്തിയും അവരെ കയ്യിലാക്കിയത് BJP-യുടെ ഈ പൊതുമേഖലയെല്ലാം വിറ്റ ഈ കോടിക്കണക്കിന് രൂപയുടെ പണമാണ്. അത് ജനാധിപത്യ മാറ്റിമറിക്കാൻ ഓരോ ഘട്ടങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരം നിലനിർത്താൻ എന്തും ചെയ്യും. നേരത്തെ ബോണ്ട് വഴി പണം ഉണ്ടാക്കിയതാണെങ്കിൽ, പൊതുമേഖല വിറ്റ് അവർക്ക് തോന്നിയ പോലെ പണം ഉണ്ടാക്കിയതാണെങ്കിൽ, ഇപ്പൊ നോക്കൂ, രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനങ്ങൾ ഓരോന്നായി അവർ നിഷ്പ്രഭമാക്കുന്നു, അവരെ വരുതിയിലാക്കുന്നു. അങ്ങനെ ഭാവിയിൽ ജനാധിപത്യം എന്ന സംവിധാനം ഈ രാജ്യത്ത് ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഇപ്പൊ നമുക്ക് കണ്ട ഈ വോട്ട് മോഷണത്തിൽ വന്നത്. PC മുഹമ്മദ് അലി, വേലിക്കുട്ടി, R ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.